2020 बताओ क्या नाम है? स्माइल बिगिंस भैया, स्माइल बिगिंस। ജിലേബി പ്രത്യേകിച്ച് RX സെന്ററിൽ വരണ കേട്ടാ. അതിന് ഇവിടെ എല്ലാവരും ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ടോ? കാരണം നാഗ്പൂർ എത്തിയിട്ട് നമ്മള് ഇനി ആഗ്ര, ഡൽഹി മസാലക്കറിയുടെ തിളങ്ങണ മസാലക്കറി കണ്ട ബാക്കിലുണ്ട. ഇതാടാ, ഇതാണ് പനീർ ബട്ടർ മസാല. അങ്ങനെ വണ്ടി വേറെ പവർ എന്ന് പറയാം. അപ്പോൾ സ്മൈൽ ബീൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നാഗ്പൂർ നമ്മൾ വിടാം. നാഗ്പൂർ നമ്മൾ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഗ്പൂർ കൂടുതലായിട്ടൊന്നും കാണാനില്ല, കാരണം മൊത്തം ഈ ഓറഞ്ച് തോട്ടം, അതുപോലെ ടെമ്പിൾസുകളെ കൂടുതൽ. ടെമ്പിൾസ് പിന്നെ കവർ ചെയ്യാൻ ഉള്ള ഒരു മൂഡിലേക്ക് വന്നില്ല. അത് കാരണം മൊത്തം പിന്നെ മാർക്കറ്റ്, സ്ട്രീറ്റ് ഫുഡ് ഞാൻ നോക്കുന്നുണ്ട് മെയിനായിട്ട്. ഈ ഒരു ട്രിപ്പിൽ മെയിനായിട്ട് സ്ട്രീറ്റ് ഫുഡുകൾ ഓരോരോ സ്ഥലങ്ങളിലെ അതാണ് ഞാൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യണത്. അതുപോലെ ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മൾ പോവാണ്. റൂമിൽ നിന്ന് എല്ലാം പാക്ക്ഡ് കഴിഞ്ഞു, പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. 8 മണിയുണ്ട്. 8 മണിക്ക് ഇതേ എണീച്ച് പോവാണ്. ഇനി തൊട്ട് നമ്മുടെ മിക്കതും ചാനലിൽ വീഡിയോ വരുന്നത് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാവും വരാം. കാരണം എന്താ വെച്ചാൽ ഉറക്കം കിട്ടില്ല. എഡിറ്റിങ്ങും എന്താ പറയുക, വണ്ടി ഓടിക്കലും പിന്നെ വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഉറക്കം കിട്ടില്ല. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടണം. അങ്ങനെ നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ വീഡിയോയിൽ വരാൻ ചാൻസ് കൂടുതൽ. പരമാവധി ഞാൻ എത്തിക്കാൻ നോക്കും. പക്ഷെ എന്തായാലും ഒരു ദിവസം ഗ്യാപ്പിനുള്ളിൽ എന്തായാലും വരും. ഇനി ഈ വീഡിയോ വരാൻ പോണ തൊട്ട് ഓക്കെ. സ്മൈൽ ബിഗിൻസ് ഇട്ട് ആരും മറക്കേണ്ട പേര് ട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ജോൺസ് ബെൽ ബട്ടൺ പൊട്ടിച്ചോ. അപ്പോൾ ശരി. അപ്പോൾ ഇനി നാഗ്പൂർ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി സാഗറിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. 400 കിലോമീറ്ററിന് ഇവിടുന്ന്. അപ്പോൾ എത്ര കവർ ചെയ്യുന്നത് അറിയില്ല. പരമാവധി നമ്മൾ കവർ ചെയ്യും. എത്തണോടത്ത് വെച്ച് കാണാം ട്ടാ. ഇനി അപ്പോൾ സാഗറിൽ നമ്മൾ റൂം എടുക്കാൻ പോണേ. 400 കിലോമീറ്ററിന് നാഗ്പൂരിൽ നിന്ന് സാഗറിൽ വരെ. അപ്പോൾ ഏകദേശം നമ്മൾ കവർ ചെയ്യണത് അത് മൊത്തം കവർ ചെയ്ത് അവിടെ റൂം എടുക്കാൻ ചാൻസ് കൂടുതൽ. പരമാവധി നമ്മളവിടെ എത്തിക്കും ഇന്ന്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ സ്മൈൽ ബിഗിൻസ്. ഓക്കെ. ഇതേ ആശാനെ ഒന്നും ഭംഗിയാക്കിക്കൊണ്ടിരിക്കും മൊത്തത്തിൽ കേട്ടോ. ആശാൻ ഒരു ഫുൾ വീഡിയോ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് വിടാം. ഫുഡ് അടിച്ചിട്ട് തുടങ്ങണം കേട്ടോ. ഫുഡ് അടിക്കാണ്ട് നമുക്ക് പോയില്ല, ഇനി പെട്ടെന്ന് ടയർഡാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോകണോ, അവിടെ നിന്ന് നേരെ വിടും. ഓക്കെ. അപ്പോൾ ഇനി വഴിയിൽ കാണാം. കേരള, കോയമ്പത്തൂർ, ബാംഗ്ലൂർ കഴിഞ്ഞു, ഹൈദരാബാദ് കഴിഞ്ഞു, നാഗ്പൂർ എത്തിയിട്ട് നമ്മൾ ഇനി ആഗ്ര, ഡൽഹി, ചണ്ഡീഗഡ്, കുളു, മണാലി, ഷിംല, ലേ, ലഡാക്ക്, കാശ്മീർ. ആ റൈറ്റ് സൈഡിലുള്ള റെഡ് ബിൽഡിംഗ് ഉണ്ടോ, ഒരു മോളാട്ടോ. നമ്മൾ ഇന്നലെ പോകാൻ പ്ലാൻ ഇട്ടതാ, പക്ഷെ ആ പ്ലാനിങ് ചേഞ്ച് ആക്കി. നമ്മൾ നേരെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ. നമ്മൾ ഇന്നലെ വന്നാണ് സെയിം സ്പോട്ടിങ്ങനെ വന്നതാണ്. കാരണം ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു. കാരണം നമുക്ക് വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ പരമാവധി ഒരു സിറ്റിയിൽ 2 ദിവസം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പരമാവധി ആ ഒരു ഫസ്റ്റ് ദിവസം പോയ സ്ഥലത്തേക്ക് തന്നെ പിന്നെയും പോകും. കാരണം നമ്മൾ കഴിക്കണത് നല്ല ഫുഡായിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുഴപ്പമില്ല. കണ്ട നമ്മൾ ഇന്നലത്തെ ആൻറ്റി ആൾ നമുക്ക് മറ്റേ കൽമേശ്വരി പോകാനുള്ള വഴി പറഞ്ഞു കേട്ടോ. ആളുടെ ഹസ്ബൻഡും കൂട്ടിയിട്ട് ഇന്നലെ നമുക്ക് കറക്റ്റ് റൂട്ട് മാപ്പ് ഇട്ടെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പാവ് ഭാജി ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതും വലിയ കലാപില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് നേരെ പോവാം കേട്ടോ. സ്ട്രൈറ്റ് വിടണമെന്നാണ് നമ്മുടെ എന്താ പറയുക ആഗ്ര റൂട്ട് കേട്ടോ. ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് കയറണം. അപ്പോൾ നമ്മൾ ആഗ്ര റൂട്ട് കയറും. അപ്പോൾ പോവല്ലേ നമുക്ക്, ജോൺസൺ പോവല്ലേ ചേട്ടാ. ഈ ട്രാഫിക്കിൽ നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയതായി. ഇപ്പോഴൊന്നും നീങ്ങി തുടങ്ങിയ കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഒരു അരമണിക്കൂർ ട്രാഫിക്കിന് വേണ്ടിയിട്ട് പോയിട്ട്. ഇതെങ്ങനെ നമ്മൾ ഹൈവേ വരുന്നുണ്ട് കേട്ടോ.
ഇനി ഇവിടുന്ന് സ്ട്രെയിറ്റ് വിടണം. നമ്മൾ അടുത്ത സ്റ്റേ ഇനി സാഗറിലാണ്. സാഗർ ഡാം. പെട്രോളിക്ക് നിർത്തിയേക്കടെ. പെട്രോളിക്ക് നമ്മുടെ ട്യൂട്വലിൽ ലാസ്റ്റത്തെ കുപ്പി കൊണ്ടുള്ള ഇത് കഴിഞ്ഞു. ഇവിടെ എല്ലാ പമ്പിലും ട്യൂട്വൽ കിട്ടുന്ന വിചാരിച്ച് വരാതിരിക്കോട്ടെ. കാരണം ചില സ്ഥലത്തൊന്നും ട്യൂട്വൽ കിട്ടാൻ പോലും ഇല്ല. കണ്ട ഇവിടെ നിന്നില്ല. മൂന്നാമത്തെ പമ്പാ ഇല്ലാത്ത കണ്ട ഞങ്ങൾ നോക്കിയില്ലേ. അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ പമ്പിൽ നിന്ന് അടിക്കുക. ഓക്കെ, നമ്മുടെ കയ്യിലത്തെ ട്യൂട്വൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം. അതെ, ഫസ്റ്റത്തെ ടോള് കിട്ടിയിട്ടാ നമുക്ക്. ഈ സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റത്തെ ടോള് ഇവിടുന്ന് അത്യാവശ്യം ഉണ്ട് കേട്ടാ. ഓടി എത്താവോ? ഇപ്പൊ കുറച്ചു നേരമായിട്ട് ഫുള്ള് ഇങ്ങനത്തെ മലകളാട്ടാ. ലെഫ്റ്റിലും റൈറ്റിലൊക്കെ മലകളാ വരണേ. പച്ചപ്പ് നിറഞ്ഞ മലകൾ കേട്ടാ. മൊട്ടക്കുന്നുകൾ കാണാം. ഇവിടുന്ന് ഒരു 150 കിലോമീറ്ററിന്റെ അടുത്തേക്ക് ഫുള്ള് കാട് ഏരിയ കേട്ടാ. ഫുള്ള് ലെഫ്റ്റിൽ റൈറ്റിൽ ഫുൾ കാടാ വരണേ. ഇനി കാരണം നമ്മള് നിർത്തിയപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അടുത്തത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചായ കുടിക്കാൻ നിർത്തിട്ടാ. അതായത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ കണ്ട. അതിൻ്റെ ഇടയിൽ ഒരു ചായ കട കണ്ട. പോലീസുകാരൊക്കെ ഇരിക്കുന്നു. ചായ പറയടാ. കണ്ടറാം. हाँ, तो तुम्हारा चैनल बताओ क्या नाम है? സ്മൈൽ ബിഗിൻസ് ഭയ്യ, സ്മൈൽ ബിഗിൻസ്. അങ്ങനെ നമ്മൾ പോലീസ് സാറന്മാരെ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കേട്ടാ. ഞാനിട്ട് കുറവേണ്ട. നല്ല വെയിലാട്ടാ. നല്ല വെയിൽ നല്ല വെയിലാ. പോലീസുകാർ നമ്മുടെ വീഡിയോ കണ്ടിരിക്കട്ടാ. അതുപോലെ എന്താ പറയുക, അവർ ഫുൾ സപ്പോർട്ടിന് ഹാപ്പി ജേണി. അതുപോലെ എന്താ പറയുക, പോയിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് എല്ലാ വിശ്വാസം തന്നു അവർ നമുക്ക്. പിന്നെ കൊറോണ രീതിയിലും എല്ലാം അവർ എന്താ പറയുക, കൊറോണയെ പറ്റി പറയണേ ഇല്ല. പക്ഷേ നമ്മൾ സെൽഫായിട്ട് കയറിയാൽ പറയണവർ. പോലീസുകാർ ചെക്കിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ കൊറോണനെ ബേസ് ചെയ്തിട്ട്. പക്ഷെ എന്നാൽ നമ്മൾ നമ്മളെ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കണം. കാരണം ഇപ്പം മാസ്ക് ഇടാത്ത ഇത്ര നേരം മാസ്ക് ഇട്ടിട്ടേ ശ്വാസം കിട്ടാത്ത പോലെ അത് കേട്ടാ. വേറെ ഒന്നുമല്ല. ഇത് ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ. നമുക്കിനി ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററിന് അടുത്തും നമുക്ക് ഈ ഇങ്ങനത്തെ ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഇവിടെ രാത്രി ബൈക്കുകൾ കടത്തി വിടില്ല എന്നാണ് പറഞ്ഞു കേട്ടെ ഈ പോലീസുകാർ പറഞ്ഞതേ. രാത്രി ഈ റൂട്ടിൽ ബൈക്കുകൾ കടത്തി വിടാൻ ചാൻസ് ഇല്ല. കാരണം 6 മണിക്കുള്ളിൽ ഇവിടെ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ കടന്നില്ലെങ്കിൽ ബൈക്കുകൾ ക്ലോസ് ചെയ്യാൻ കടത്താൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടാ. നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടുന്ന് മധ്യപ്രദേശ് MP സ്റ്റാർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ കുറേ സ്റ്റേറ്റുകളായി കവർ ചെയ്യണു. ഇനി 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്ര ബോർഡർ കഴിയും കേട്ടോ. അതിപ്പോൾ എല്ലാവരും പോലീസുകാർ പറഞ്ഞ ഐഡിയ കേട്ടോ. നമുക്കാണെങ്കിൽ നെറ്റിൽ സെർച്ച് കഴിഞ്ഞാൽ നെറ്റും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഫുൾ എംറ്റിയാണ്. അപ്പോൾ നമുക്ക് വിടാട്ടോ. ഇനി സമയത്ത് നമുക്ക്, കാരണം രാത്രിയോടുകൂടി സാഗർ നമുക്ക് റീച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇന്ന് പോകുന്നതാണ്. എവിടെ എത്തുന്നത് എനിക്കറിയില്ല. റൈറ്റിൽ നിൽക്കണുണ്ടോ പശുക്കൾ എപ്പോൾ വേണമെങ്കിൽ കയറി വരാം കേട്ടോ. അത് കാരണം ഈ നോർത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ. ഇത്ര നേരം നല്ല സൂപ്പർ വഴിയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഇതിന്റെ ഗതികൊണ്ട് മാറി കണ്ടാ. എന്താ പണി നടക്കട്ടോ, ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട്. കണ്ണിലേക്കൊക്കെ പൊട്ടിയടിച്ച് ഉണ്ട പരിപാടിട്ടാ. പിന്നെ നമുക്ക് പഞ്ചർ കിട്ടാന്നിട്ട് പേടി മെയിനായിട്ട്. എവിടെയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒറ്റ ദിവസം ഇങ്ങനെ ഇട്ടാൽ മതി, ഇവിടെ ഇങ്ങനെയാവും. അങ്ങനത്തെ അവസ്ഥ. ഒരു 1/4 മണിക്കൂർ അതുപോലെ 2-3 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മള് പിന്നെയും കയറി. ഇത് ഫ്ലൈ ഓവറിന്റെ പണിയാണ് നടക്കണ അടിയില്. ഇപ്പൊ പൊടിയൊന്നുമില്ലാത്തൊരു സിമ്പിൾ റൂട്ടിലേക്ക് കേട്ടോ വന്നേക്കണേ. കാരണം കാട് ഏരിയ ഒക്കെ കവർ ചെയ്തു. കാട് ഏരിയ ഇനി കുറച്ച് 10 കിലോമീറ്റർ ആയിട്ട് കാണാനില്ല.
അപ്പൊ ഞങ്ങളിത് ഇവിടെ കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിക്കുക. പിന്നെ ഇവിടെ അതെ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഇരിക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പൊ ഉസ്കാ നാം ക്യാ ഹൈ? ജലേബി. ജിലേബി. ജിലേബിയാണ്. ജിലേബി മറ്റേ എന്തുണ്ടാ മിൽക്ക, പാലിന്റെ ജിലേബി എന്ന് പറയണേ. അങ്ങനെ ഇത് ഇവിടെ പട്ടേലേരെ ദാബയില് തിന്നുമുള് ഫുഡ് കഴിക്കാൻ. ഇവിടെ ബാക്കില് ഒരാള് കിടക്കുന്നുണ്ട്, മറ്റേ മത്സ്യകന്യകൻ കട്ടിലുമ. ആ ഫുഡ് കഴിച്ചിട്ട് വിശ്രമിക്കുക, ശല്യപ്പെടുത്തണ്ട. ഇപ്പൊ ഉള്ളതേ ജബൽപൂരിന്റെ അടുത്താണ്. ജബൽപൂരിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 20 സംതിങ് കിലോമീറ്റർ, 20 അല്ല 30 സംതിങ് കിലോമീറ്റർ. അപ്പൊ അവിടേക്കും എത്തുമ്പോഴേക്കും നമ്മൾ ഫുഡ് അടിക്കാൻ കയറി. ഏതൊരു ദാബാണ്, ദാബയുടെ പേരെന്താ? പട്ടേല ജീബ് ദാബ. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കിട്ടാ കാണാൻ. ഓക്കെ, ഇവിടെ എല്ലാവരും ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ടോ? കാരണം 2 മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. പനീർ ബട്ടർ മസാല പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം, അതുപോലെ 2 ബട്ടർ നാനും പറഞ്ഞിട്ടുണ്ടാ. നന്നായിട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിച്ചിട്ടാണ് ഇനി സംഗതി വരട്ടെ. ഇതാടാ, ഇതാണ് പനീർ ബട്ടർ മസാല. ആനാ ഭയ്യ? പനീർ മസാല കേട്ടാ. അതെ, നമുക്കുള്ള ഐറ്റായിട്ട് ഉണ്ടാക്കണ ആള് ഏക്കായ ഭയ്യ? ഓക്കെ, മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ടാ. ഇത് കുറേ ചട്നികൾ വയ്ക്കുന്നുണ്ട്, ടൊമാറ്റോ സോസ്, അങ്ങനെ കുറേ കയറ്റുന്നുണ്ട്. ഇതെല്ലാം കഴിക്കാതെ കഴിഞ്ഞാൽ ഓക്കെ. ഇതേട്ടാ, ഇതാണ് നമ്മുടെ സാധനം. മനസ്സാ ഇനിയുണ്ട്, നീ നീക്കിയങ്ങോട്ട്. പനീർ ബട്ടർ മസാല ഇനിയുണ്ട്. എരിവുണ്ടാ? വേറൊരു ടേസ്റ്റ് എന്തായാലും നോക്കട്ടെ, കഴിച്ചോക്കട്ടെടാ. ഇത് നിറച്ച് മല്ലിയും ഇഞ്ചും, പിന്നെ അവരുടെ കുറേ മസാല കഴിക്കുന്നു. സാധാരണ ബട്ടർ മസാല കഴിക്കണ പോലെ അല്ലട്ടാ, ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലടാ. ബട്ടർ റൊട്ടി ആട്ടാ, ബട്ടറിനെ ആണല്ല. പിടച്ചോ ഇതിനുണ്ടോ മോനെ? ഞാനും കഴിച്ചോട്ടെ ഇത്. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകട്ടോ. കാരണം ഇവിടെ 2:30 വന്നതാ, ഇപ്പോൾ 3:30-3:45. നമുക്കിനി നേരെ ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശ് കയറിയിട്ടാ, MP കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ സാഗറിലേക്ക് ഇവിടുന്ന് 240 സംതിങ് കിലോമീറ്റർ ഉണ്ട്. എന്തായാലും എത്തുമ്പോൾ രാത്രി ആവും, ഒരു 8 മണി 9 മണി 10 മണി മാക്സിമം. പിന്നെ നമ്മൾ നിർത്തി പോണ കാരണം അത് കഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ വിടാം. ഇവിടെ 230 രൂപ. 2 ബട്ടർ നാൻ റൊട്ടി, അതുപോലെ അല്ല ബട്ടർ നാൻ റൊട്ടി അല്ല ബട്ടർ റൊട്ടി, അതുപോലെ ഒരു പനീർ മസാല. ബട്ടർ മസാല അല്ല പനീർ മസാല. ഞങ്ങൾ തെറ്റിയതാണ്, ഞാൻ പനീർ ബട്ടർ മസാല എനിക്ക് ബുക്ക് ചെയ്തതാണ്, പക്ഷേ ഇത് പോരായിരുന്നു. പിന്നെ 2 ഡബിൾ ഓംപ്ലേറ്റും. അപ്പോൾ നമുക്ക് പോയാലാ, ഇനി സമയം കളയണ്ട കേട്ടാ. ഇവിടുന്ന് വിടാട്ടാ. ഇതേ മാറി ഓടിക്കുന്നുണ്ട് ജോൺസ്. ഞാൻ ഇത്ര നേരം ഓടിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ 80 കിലോമീറ്ററിൽ മാറി ഓടിക്കുക. ഇതേ നമ്മുടെ വണ്ടി 2072 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ, നാട്ടിൽ വന്നിട്ട് കണ്ടോ. അപ്പോൾ വിട്ടാലോ? അപ്പോൾ കയറാട്ടാ, ഹൈവേ കയറാം. നോക്കി കയറണ്ട, കാരണം ഈ വലിയ വണ്ടികളും കാറായാലും എന്തായാലും നല്ല സ്പീഡിൽ വരണേ. അപ്പോൾ നമുക്ക് പതുക്കെ വിടാം. 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററിന് അടുത്ത് നമുക്ക് കറക്റ്റ് സ്ട്രൈറ്റ് വ്യൂ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത്. കണ്ട, ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് പീസ് ഏരിയകൾ മൊത്തം. പിന്നെയും തുടങ്ങിട്ടാ ഫോറസ്റ്റ് ഏരിയ മൊത്തം, ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഫോറസ്റ്റ് ഏരിയ. നമുക്ക് പെട്രോൾ അടിക്കാം. ടൂട്ടി ഓയിൽ ഉണ്ടാവും അവിടെ, കാരണം നമ്മുടെ ടൂട്ടി ഓയിൽ ആദ്യം പറഞ്ഞല്ലോ. ഇവരെ
പ്രത്യേകിച്ച് നമ്മുടെ ഈ റൈഡിങ് ജാക്കറ്റിലും നമ്മുടെ കിറ്റിൽ കാണുമ്പോൾ നല്ല രീതിയിൽ കാശ് വരുന്നുണ്ട്. 100-150 രൂപ കൂടുതൽ പറയണം കാരണം. പിന്നെ അതുപോലെ ഇതവർ മനഃപൂർവ്വമാണോന്ന് അറിയില്ല, പക്ഷെ 2 വട്ടം എററാക്കി. ഒരു വട്ടം നമ്മുടെ ഇതിൽ ഡെബിറ്റ് ആയി പോയി കാശ്. ഈ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി കണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യുക, കയ്യിൽ പരമാവധി കാശ് വെക്കുക, എന്നിട്ട് പേ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഈ ചേട്ടന്മാരെ നമ്മുടെ അടുത്ത് പറയാ കാശ്മീര് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയാം കാശ്മീർ പോകാൻ 2 വഴിയുണ്ട്. നിങ്ങൾ ഈ കാട് വഴി അല്ലാണ്ട് വേറെ റോഡുണ്ട്, മെയിൻ റോഡ്, ഈ സാഗർ റീച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ആഗ്ര കയറാൻ. ഇത് കുറച്ച് ചുറ്റിലാന്ന് പറഞ്ഞാൽ ഒരു 10-27 കിലോമീറ്റർ കറങ്ങിയിട്ടാണ് ഞങ്ങൾ പോയേ. കാരണം ലൊക്കേഷൻ ഇടയിലേ വെച്ചിട്ട് ബ്രേക്കായി. അപ്പം നമ്മൾ പോലീസുകാരോട് ചോദിച്ചപ്പോൾ ഈ വഴി തന്നെ വിട്ടോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായി. പക്ഷെ കുഴപ്പമില്ല, ഈ വഴി നല്ല പീസ് വഴിയാണ്, കുഴപ്പമില്ല. അത് ഫുൾ ഹൈവേ അല്ല, നിർത്തി മറ്റേ ട്രാഫിക്കിൽ പെടണ നല്ലത്. ഇത് കൂടെ ഇങ്ങനെ കുറച്ച് തണുപ്പുണ്ടെന്നുള്ളൂ. ഇപ്പോഴത്തെ ഏകദേശം ഒരു 6-7 മണിയാണ് കണ്ട. ഭയ ചായനാ? ചായ ചേട്ടാ, ചായ ഇങ്ങനെ ഉണ്ടാക്കണ ചായ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല രസമില്ല കാണാൻ. മസാലക്കറി എവിടെ തിളക്കണ? മസാലക്കറി കണ്ട ബാക്കിലുണ്ടോ? നല്ല തേക്കുകളാ നിറച്ച്. അതായത് നമുക്ക് ഇവിടെ നിന്നും കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ ഭയങ്കര വിശ്വസിച്ചിട്ടുണ്ട് എല്ലാവരും. എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ്. ഇവരൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് പോവാട്ടോ. മറ്റേ ജബൽപൂർ എന്തോ ഒരു എക്സാം എടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇവർ സ്കോർപ്പിയോയിൽ പോവാണ്ടോ. എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ വിഷ് ചെയ്തിട്ട് പോയാണ് കേട്ടോ. അവർ നമ്മളാണെങ്കിൽ അരമണിക്കൂർ വിട്ടിരിക്കണം, അവർ പക്ഷേ പോവാണ്. നമ്മൾ വന്നപ്പോൾ അവർ തെറിക്കാറാ. നല്ല തണുപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ. അവർ പറയാ ഈ റൂട്ട് കുറച്ച് 50 കിലോമീറ്റർ ദൂരമാണെന്ന് പറയണം, ആ ലോറിക്കാർ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും പിന്നെ വന്ന സ്ഥിതിക്ക് പിന്നെ പോവാനെ. ഇവിടുന്ന് 40 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ജബൽപൂർ റീച്ച് ആവും കേട്ടോ. അപ്പോൾ നമുക്കിനി പോവാം, ഒരു അരമണിക്കൂർ കൂടി ഇരുന്നിട്ട് പോവാം. കാരണേ നമ്മളിപ്പം ഓടിയത്തുള്ളൂ, കാരണം വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അതേട്ടാ, എല്ലാവരും ഭയങ്കര കട്ട ഫോളോവേഴ്സാണ് ഉണ്ട് നമ്മുടെ. കാരണം പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഫുൾ സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് RX സെൻറ്ററിൽ വരണമായിരുന്നു കേട്ടോ. അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ ഇറങ്ങാം കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് മിക്കതും നമ്മൾ ഇവിടെ ആവും, എവിടെ നമ്മുടെ റൂമിലാവും കേട്ടോ. എവിടെ സാഗറിൽ. ഇവിടെ നിന്ന് 190 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ പോവാം. തണുപ്പ് നല്ല രീതിയിലുണ്ട് കേട്ടോ. ഈ ഗ്ലൗ എന്നിട്ട് കാര്യമില്ല, കുറച്ച് ക്വാളിറ്റി ഉള്ള ഗ്ലൗ പരമാവധി വാങ്ങാട്ടല്ലോ ഒരു. നമുക്ക് ഈ സാഗറിൽ പോണെങ്കിൽ ഈ ലെഫ്റ്റ് കയറി പോകണം കേട്ടോ. ഈ റൈറ്റ് കണ്ട, ആ കാണുന്ന റൈറ്റിക്ക് പോണത് വാരണാസി റൂട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അവിടുത്തെ റൂട്ട് മാപ്പ് ആകെ ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞു, മെയിനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ വഴി നോക്കി ലെഫ്റ്റിൽ പോണ വണ്ടി കണ്ട, ഒരു ഫുട്ബോൾ കൊണ്ട് പോണ പോലെ ഇല്ലേ ഈ വണ്ടി ലെഫ്റ്റില്. എന്താല്ലേ, എല്ലാവരും നല്ല തണുത്ത് വരച്ചിട്ട് ഇരിക്കണ. ചേച്ചിക്ക് ഇരിക്കണ ഫുൾ കവടായിട്ടാണ് ഇരിക്കണ. സമയം കൂടി തുടങ്ങി, അതുപോലെ തണുപ്പും കൂടി തുടങ്ങി. നമ്മൾ ഈ റൂട്ട് ചെറിയൊരു തെറ്റിൽ പറ്റിയ കാരണമാണ് ഇതൊരു പെറ്റൽ പറ്റിയത് നമുക്ക്. അങ്ങനെ ഇതേ നമ്മൾ ഇവിടെ എത്തിയിട്ടാ. എവിടെ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഞങ്ങൾക്കറിയില്ല. 50 കിലോമീറ്റർ സാഗറിലേക്ക്. സാഗർ ഒരു സിറ്റിയാണ് ഇവിടുത്തെ. അപ്പം നാളെ സാഗറിലത്തെ കാഴ്ചകൾ അവിടെ മൊത്തം. എന്തോ ഭാഗ്യത്തിന് പെട്രോൾ അടിച്ചിട്ട് പോകുന്ന അവിടെ നിന്ന്. അത് കാരണം വലിയ കലാപം ഉണ്ടായില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാധനം ഇല്ല. പിന്നെന്താ, പശുക്കള് ക്രോസിങ് വെരി ഡേഞ്ചറാണ് ഈ റൂട്ടില്. നമ്മുടെ ഫോഗ് ലാമ്പ് ഉള്ള കാരണം കുഴപ്പമില്ല. നമ്മുടെ ഒറിജിനൽ ലൈറ്റ് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണില്ല. അപ്പോൾ എന്താ പറയാ, എൻ്റെ ഇപ്പോൾ ഫുഡ് അടിക്കാൻ പോകണ്ട ഒരു ധാബന്യത്. അപ്പോൾ ഫുഡ് അടിക്കാൻ നേരെ എന്തായാലും ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അവിടെ നിന്ന് 50 കിലോമീറ്റർ കവർ ചെയ്യണം. കാരണം ഇവിടെ നിന്ന് കയറ്റിറക്കൊക്കെയാണ്. ഒരു മൂന്നാറും ഊട്ടിക്ക് മിക്സ് ചെയ്ത പോലത്തെ റൂട്ടാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഫുൾ പവറിൽ തന്നെയാണ്. എന്താ മനസ്സിലാ നമ്മുടെ ആൾക്ക് ഒരു വാട്ടില്ല കേട്ടോ. വണ്ടി വേറെ പവർ എന്ന് പറയാം സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് പോവാം ഫുഡ് അടിച്ചിട്ട്. അപ്പോൾ ഫുഡ് അടിക്കട്ടെ, എന്തായാലും ഓർഡർ ചെയ്യാമല്ലോ ജോൺസേ, സിമ്പിളായിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്യട്ടെ, എന്നിട്ട് കാണാം. പിന്നെ അതായത് ധാബല്ല കേട്ടോ, ഇതൊരു ഹോട്ടലാണ്. രാമകൃഷ്ണ ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ രാമകൃഷ്ണ, മധ്യപ്രദേശിലത്തെ ഹോട്ടൽ രാമകൃഷ്ണ കേട്ടോ. ജോൺസൺ നാക്ര ഇതിനുണ്ട് നോക്കട്ടെ.
വെള്ളമില്ല. ഇങ്ങനത്തെ പൈപ്പൊക്കെ നമ്മുടെ അവിടെ ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയാൻ നമ്മൾക്ക് ഭയങ്കര ഭാഗ്യമല്ല കാര്യത്തില്. നേരത്തെ ഞാൻ പ്രാവശ്യം വെള്ളം വന്നില്ലേ, ഞാൻ അതേ വെള്ളം വന്നല്ലോ. കുറച്ചേരം പമ്പ് ചെയ്ത വെള്ളം വരും കേട്ടോ. കുറേ വെള്ളം വന്നു, നല്ല സേഫാട്ടോ. ഇതേട്ടാ ഇവിടെ നമ്മുടെ കിച്ചൺ വരുന്നവരുടെ ഫുൾ ഓപ്പൺ കിച്ചണാ. കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ നമുക്കിനി ഫുഡ് അടിച്ചിട്ട് കാണാം. എന്താണ് സാർ ഇത് നമ്മൾ ഉച്ചയ്ക്ക് അടിച്ച സെയിം സാധനം കേട്ടോ. കുറച്ച് കട്ടി കൊള്ളണമെന്ന് തോന്നുന്നു ജോൺ സാർ. കണ്ട ഇവിടെ പനീറിന് കണ്ട, ഇത് പനീറാണ് മട്ടറാണ് എന്താ സംഗതി എനിക്കറിയില്ല കേട്ടോ. കണ്ട ഇത്തിരി കട്ടി കൊള്ളുന്നുണ്ട്. ജോൺസൺ കഴിച്ചേക്കറ അങ്ങനെ ഉണ്ടെന്ന്. വലിപ്പം കൊള്ളാലോ പനീറിന്. എങ്ങനെ ടേസ്റ്റ്? കുഴപ്പമില്ല. നോക്കട്ടെ. ഈശ്വര ഇങ്ങനെ പൊട്ടിക്ക. അയ്യോ കുറച്ച് എന്നിട്ട് ഇങ്ങനെ പനീറിന് പക്ഷേ ഇത്തിരി ഹാർഡാ പനീർ. ദോശ എടുക്കാൻ പോര് കേട്ടോ. ഞാൻ മസ്റ്റ് എടുത്ത് നോക്കാം. എനിക്കുള്ളത് അവിടെ വരുന്നത് ഇതേട്ടാ. ഇതവരെ മെയിൻ സാധനം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കണ്ടോ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ എടുക്കാം. ബട്ടർ പനീറും ദോശയും നല്ല രസമുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ജോൺസ് ചോറാനുണ്ടോ? എന്താ അവസ്ഥ? क्या चाय? हाँ कैमरा के लिए, वीडियो के लिए. नहीं बार-बार आप उसको लगाते हैं छाती से. नहीं छोटा कैमरा है. जॉन सा इनरा ഇത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഈ കോമ്പിനേഷനിൽ ഇതില്ല. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇതേട്ടാ ഇവിടെ ഇവരൊരു സ്പെഷ്യലി അച്ചാർ ഇട്ടുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇത് കൂട്ടി കഴിക്കറ, ഇത് സൂപ്പറാ. നോക്കാം, കഴിച്ചോക്കെ സൂപ്പർ ടേസ്റ്റാ. നോക്കട്ടെ, നോക്കി നീ അല്ലേ എമിലി? പെട്ടു. കാരണം ഈ അച്ചാർ ഒരു ടൈമില്ല കേട്ടോ. കാരണം എന്തോ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്തോ റബ്ബർ ചവയ്ക്കണം ടേസ്റ്റ്. സബോള പിന്നെ സാധാരണ ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങളെ 4 ദോശ പറഞ്ഞതാണ് നാട്ടിലത്തെ പോലെ. അവർ ചോദിച്ചു ദോശ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ദോശ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 എണ്ണം പറഞ്ഞു. അപ്പോൾ 4 എണ്ണം ഫസ്റ്റ് തന്നെ ഇത് കൊണ്ടെന്ന് വന്നു. ഒരെണ്ണം, പിന്നെ ഇതിൽ ഒരെണ്ണം, പിന്നെ ഇതൊരെണ്ണം. ഇതൊക്കെ എങ്ങനെ കഴിക്കാനാ? ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ജോൺസ് ഉള്ളതാണ് ഒരു പ്രതീക്ഷ. എന്താ ജോൺസ്? എനിക്കിതൊരെണ്ണം കഴിച്ചപ്പോൾ എന്നെ സെറ്റാ. ഒന്ന് കഴിക്കാൻ എടുത്താ അപ്പോൾ അടുത്ത് തുടങ്ങിയിട്ട് മോനെ വേറെ ലെവല് പവർ കേട്ടോ. അപ്പോൾ ഫുഡിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 255 രൂപ 4. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മസാല ദോശ ചെയ്ത് തന്നെ. മസാല ദോശ എന്നല്ല, സാധാരണ നമ്മൾ പ്ലെയിൻ ദോശ പറഞ്ഞ, പക്ഷെ അവർ തന്നത് മസാല ദോശ. മസാല വെച്ചത് എന്നാണെന്ന് അറിയില്ല കേട്ടോ. 255 രൂപ മൊത്തം, 4 ടീയും. അതുപോലെ അത്ര ഉണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് വിടാം കേട്ടോ. शूटिंग जरूरी है ना, सही बात है. ഫ്ലെയിം आग लगाना है. അയാള് ഷൂട്ടിങ് അടുപ്പ് വലിയ പൊളിക്കുക. എന്തോ സാധനം എടുത്തിട്ടില്ല. കടതി പിടിപ്പിക്കും. അടിപൊളി കടതി പിടിപ്പിക്കും.
നമ്മളപ്പോഴേ സാഗർ എത്തിയിട്ടാ രാത്രി 11:30 ഉണ്ട് ഇവിടെ. ഇനി റൂമിൽ പോയിട്ട് കാണാം. കാരണം റൂമിൽ പോയാലും ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ബുക്ക് ചെയ്ത ഒയോൻ്റെ ലൊക്കേഷൻ ക്യാൻസലായി പോയി. അപ്പോൾ പിന്നിൻ്റെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കണ്. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ റൂമിലെത്തും. എന്നിട്ട് കാണാം കേട്ടോ. അന്നീ ഇതേട്ടാ വണ്ടി സേഫാട്ടാ. നമ്മളങ്ങനെ റൂം എടുത്തിട്ടാ 800 റൂമിന് 1000 പറഞ്ഞു. 800-ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ റൂമിലെത്തിയിട്ടാ 800 രൂപയ്ക്ക് നല്ല കിടിലൻ റൂമാട്ടാ. കണ്ടാ മെയിൻ റൂം അത്യാവശ്യം നല്ല റൂമാട്ടാ. കണ്ടാ വണ്ടി അടിയില്ല, സേഫ് തന്നെ, കുഴപ്പമൊന്നുമില്ല. അവർ ചെങ്ങലിട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇനി നമ്മൾ ഇവിടെ കുറച്ച് കാണാണ്ട്. അപ്പോൾ സാഗറിലാണ് ഇന്നത്തെ സ്റ്റേ. നാളെ ഇവിടെ നിന്നിട്ട് മറ്റന്നാൾ നമ്മൾ ആഗ്രയ്ക്ക് പോകും. ഇവിടെ 450 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ആഗ്രയ്ക്കിട്ടാ. അപ്പോൾ ചാനലിൻ്റെ പേര് ആരും മറക്കരുതോ, സ്മൈൽ ബിഗിൻസ് ഇട്ടാ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ഓക്കെ.